സാധാരണ UPSC സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 0.1% ഒക്കെയാണ്. ഏറ്റവും കുറവ് സക്സസ് റേറ്റ് ഉള്ള ഒരു എൻട്രൻസ് എക്സാമാണ് ഈ UPSC എന്ന് പറയുന്നത്. 2007 MBBS പഠിക്കുന്ന സമയത്ത് കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. കൂടെ ഒരു പ്രണയവും ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഈ UPSC പ്രിപ്പറേഷൻ അതെങ്ങനെയായിരുന്നു? എൻ്റെ കാലഘട്ടത്തെ UPSC പ്രിപ്പറേഷൻ ഇന്ന് കേൾക്കുന്ന ആളുകൾക്ക് ഒന്നുകിൽ എൻ്റെ പ്രായത്തിലൂടെ അല്ലെങ്കിൽ തൊട്ടടുത്ത ജനറേഷനിലോ കടന്നു വന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു തലമുറയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഞാൻ ചിലപ്പോൾ അവരെ ഓഫ് ട്രാക്കിലേക്ക് കൊണ്ടുപോയിരിക്കും. കാരണം പക്ഷേ അനുഭവം എന്നുള്ള രീതിയിൽ അത് പറയാമെന്ന് മാത്രം. കാരണം അനുഭവം ഇപ്പോഴത്തെ യാഥാർത്ഥ്യവും തമ്മിൽ വലിയ ബന്ധമില്ല. ഒരു 18 വർഷം കടന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ മൾട്ടി ടാസ്കിങ് സ്വാഭാവികമായും മനുഷ്യർക്കുള്ളൊരു ഗുണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളതിനെ വേണ്ടെന്ന് വെക്കലാണ്. നമ്മുടെ കോളേജ് കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും സ്കൂളിൽ വീണ്ടും മൾട്ടി ടാസ്കിങ് അറിഞ്ഞവരായിരുന്നു നമ്മൾ. കാരണം നമ്മൾ എന്തൊക്കെ പഠിച്ചിരുന്നു? 2 ലാംഗ്വേജ്. കേരളത്തിലാവുമ്പോൾ 3 ലാംഗ്വേജ്. ഉറപ്പായി സയൻസ് പഠിച്ചിരുന്നു, സോഷ്യൽ പഠിച്ചിരുന്നു, അതായത് ഹിസ്റ്ററി ജോഗ്രഫിയും പഠിച്ചിരുന്നു, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചിരുന്നു, ബയോളജി പഠിച്ചിരുന്നു. ഉറപ്പായി എല്ലാം പഠിച്ചിരുന്നവരായിരുന്നു നമ്മൾ. എല്ലാറ്റിനെ പറ്റിയും താല്പര്യവും ഉള്ളവരായിരുന്നു. പക്ഷേ പോകെ പോകെ ആ താല്പര്യത്തിൽ ഫോക്കസ് കൊണ്ടുവരണം എന്നുള്ളത്, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിലേക്ക് ഫോക്കസ് വരണം എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് താല്പര്യത്തിലുള്ളതിലേക്ക് നമുക്ക് ചുരുങ്ങാം എന്നുള്ളതിനെ ഒരു ഓപ്ഷനായി നമ്മുടെ വിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുന്നു. അപ്പം നമ്മൾ പിന്നെ ശീലം കൊണ്ട് എന്താവും ഈ മൾട്ടി ടാസ്കിങ് അങ്ങ് മാറ്റുന്നതാണ്. ഞാനത് മാറ്റിയില്ല അത്ര.